നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഡ്രൈവിംഗ് വശമുണ്ടോ? KSRTC സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ റിക്രൂട്ട്മെന്റ് അപ്ലൈ ഓൺലൈൻ. വനിതകൾക്കായി പ്രത്യേക അവസരം. KSRTC സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി മാത്രം അപേക്ഷിക്കാം. ജോബ് ടൈപ്പ് ആൻഡ് അപ്ലൈ ഡീറ്റെയിൽസ്. ഈ നിയമനം താൽക്കാലിക അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായിരിക്കും നിയമനം നടത്തുക. ലാസ്റ്റ് ഡേറ്റ് January 21. അപേക്ഷ സമർപ്പിക്കേണ്ടത് KSRTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രം. വേക്കൻസി ആൻഡ് പേ ഡീറ്റെയിൽസ്. ഒഴിവുകളുടെ എണ്ണം നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഡ്രൈവർ കം കണ്ടക്ടർ ടെമ്പററി തസ്തികയിലേക്ക്. സാലറി 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപ. ബേസിക് വേജസ്. ഓവർ ടൈം 8 മണിക്കൂറിന് മുകളിൽ ഓരോ അധിക മണിക്കൂറിനും 130 രൂപ വീതം. ഇൻസെൻറ്റീവ് ആൻഡ് അലവൻസസ്. അപകടരഹിത ഡ്രൈവിംഗ്, വാഹന പരിപാലനം, സമയനിഷ്ഠ, യൂണിഫോം കൃത്യമായി ധരിക്കൽ, വരുമാനം വർദ്ധിപ്പിക്കൽ. ഇവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ആകർഷകമായ ഇൻസെൻറ്റീവുകൾ ലഭിക്കും. ഏജ് ലിമിറ്റ് ആൻഡ് എലിജിബിലിറ്റി. കുറഞ്ഞ പ്രായം 20 വയസ്സ്. പരമാവധി പ്രായം LMV ലൈസൻസ് ഉള്ളവർക്ക് 30 വയസ്സ്, HPV ലൈസൻസ് ഉള്ളവർക്ക് 45 വയസ്സ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ലൈസൻസ് റിക്വയർമെൻറ്റ്. സാധുവായ LMV അല്ലെങ്കിൽ HPV ലൈസൻസ് ഉണ്ടായിരിക്കണം. മെഡിക്കൽ ഫിറ്റ്നസ്. യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കാൻ ശാരീരിക ക്ഷമതയും നല്ല ആരോഗ്യവും നിർബന്ധം. ആപ്ലിക്കേഷൻ ഫീ ഇല്ല. സെലക്ഷൻ പ്രോസസ്സ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ 3 ഘട്ടങ്ങളുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. റിട്ടൺ ടെസ്റ്റ് സെലക്ഷൻ കമ്മിറ്റി നടത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ്. എഴുത്തുപരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ഇൻ്റർവ്യൂ. ആദ്യ 2 ഘട്ടങ്ങളിലും വിജയിക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഈ റാങ്ക് ലിസ്റ്റിന് 1 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. ഹൗ ടു അപ്ലൈ. അപേക്ഷിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kerala.rtc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനം ശ്രദ്ധയോടെ വായിക്കുക. യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുക. ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ രേഖകളും നിർദ്ദേശിച്ച വലുപ്പത്തിലും ഫോർമാറ്റിലും അപ്ലോഡ് ചെയ്യുക. വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള വനിതകൾക്കായി KSRTC നൽകുന്ന ഈ അവസരം മിസ് ചെയ്യരുത്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇത്തരത്തിലുള്ള കേരള ഗവൺമെൻറ് പബ്ലിക് സെക്ടർ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി തുടർന്നും എത്തിക്കുന്നതാണ്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.